നമസ്കാരം. ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ വച്ച് പിടിപ്പിക്കാൻ പറ്റിയ മെയിൻ്റനൻസ് കുറഞ്ഞ ഞാവൽ പഴത്തിൻ്റെ ഒരു തൈയാണ്. കൂടാതെ തന്നെ ഒരു 5ഓളം ചെടികൾ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. നമ്മുടെ സാധാരണ വീടുകളിൽ വച്ചിട്ട് വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ കേട് പിടിക്കാൻ സാധ്യതയില്ലാത്ത കുറച്ച് ചെടികൾ. ഞാവൽ പഴം നമ്മളിപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നു, ബ്ലാക്ക് ഞാവൽ. അതിൻ്റെ ബഡ്ഡിങ് തൈകൾ എല്ലാ നഴ്സറികളിലും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു തൈ നമ്മൾ മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നിറച്ച് കായ്ഫലം കിട്ടും. ന്യൂ ഇന്ത്യൻ വെറൈറ്റി ഐറ്റമിൽ പെടുന്ന മൊസാമ്പി. അപ്പോൾ അതും നമ്മുടെ വീടുകളിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കായ്ഫലം കിട്ടാൻ 100% സാധ്യതയുള്ള ബഡ്ഡിങ് തൈകൾ ഇപ്പോൾ എല്ലാ നഴ്സറികളും അവൈലബിൾ ആണ്. മൊസാമ്പി ന്യൂ ഇന്ത്യൻ വെറൈറ്റി നിങ്ങൾ ചോദിച്ച് മേടിക്കുക, അത് നല്ല തൈയാണ്. ഇനി നമ്മൾ പരിചയപ്പെടുന്നു വന്നത് വെരിഗേറ്റഡ് ഇനത്തിൽ വരുന്ന ഒരു സപ്പോട്ടയാണ്. അപ്പോൾ സാധാ സപ്പോട്ട നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഇതിൻ്റെ ഇല തന്നെ ഒരു ഭംഗിയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. കുഞ്ഞിലെ കവറിൽ തന്നെ കാച്ചു വരുന്ന ഒരു ചെടിയാണിത്. സാധാരണ നമ്മുടെ മറ്റ് സപ്പോട്ട പോലെ തന്നെ കുഞ്ഞിലെ തന്നെ നമുക്ക് കായ്ഫലം കിട്ടും. അപ്പോൾ അത് വെരിഗേറ്റഡ് സപ്പോട്ടയാണ്. അപ്പോൾ അതിൻ്റെ തൈകളും ഇപ്പോൾ നഴ്സറികളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ അതിൻ്റെ തൈകൾ കിട്ടുകയാണെങ്കിൽ ഒരെണ്ണം ചോദിച്ച് മേടിക്കുക. നമ്മൾ ഈ ചെടികളൊക്കെ നടുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വളം ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. ഒരുപാട് മെയിൻ്റനൻസ് ഒന്നും നമുക്കില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വളങ്ങൾ നമ്മളിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ചാണകപ്പൊടിയോ എല്ലുപൊടിയോ വേപ്പം മുണ്ണാക്കോ ഇതിൻ്റെ മിശ്രിതങ്ങളോ DAP ഒക്കെ നമുക്കിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ചെറുതിലേ തന്നെ കവർ തന്നെ ഇത് കായ്ക്കുന്നതാണ് ഈ ചെടികളെല്ലാം. മൊസാമ്പിയൊക്കെ നമ്മൾ മുമ്പ് കച്ചവടം ചെയ്തതെല്ലാം കവറിൽ കാച്ചതുണ്ട്. ഇപ്പോൾ പിന്നെ നമുക്ക് വയ്ക്കാൻ പറ്റിയ നമ്മുടെ ലൗലോലിക്ക, സീമനെല്ലി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. ലൗലോലിയുടെ നെല്ലിക്കയും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ബഡ്ഡിങ് ആയിട്ട് നമ്മുടെ നഴ്സറികൾ ഇപ്പോൾ അവൈലബിൾ ആണ്. നെല്ലിക്ക തൈകളൊക്കെ മിക്ക സ്ഥലത്തും അവൈലബിൾ ആണ്. അപ്പോൾ അതും നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ വയ്ക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ മൊസാമ്പി, സപ്പോട്ട, വെരിഗേറ്റഡ് സപ്പോട്ട, പിന്നെ ലൗലോലിക്ക, ചുമന്ന നെല്ലിക്ക വരുന്നതിൻ്റെ തൈകൾ, ഞാവൽ പഴം, ബ്ലാക്ക് ഞാവൽ, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് കായ്ഫലം കിട്ടുന്ന ചെടികളാണ്. ഇപ്പോൾ നമ്മുടെ കവറിലിരിക്കുന്നത് തന്നെ ഇത് നെല്ലിക്ക, ലൗലോലിക്ക നെല്ലിക്ക, നമ്മുടെ നാട്ടിൽ വരുന്ന സീമനെല്ലി എന്ന് പറയുന്നുണ്ട്, ചുമന്ന നെല്ലിക്ക. അതിൻ്റെ തൈകൾ എല്ലാ നഴ്സറികളിലും കിട്ടും. ഇതേപോലെ ബഡ്ഡിങ് തൈകൾ കിട്ടും. 6 മാസം 1 വർഷത്തിനകത്ത് കായ്ഫലം കിട്ടുന്നതാണ് സീമനെല്ലി തൈകളെന്ന് പറഞ്ഞാൽ. ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ വച്ച് പിടിപ്പിച്ച് പെട്ടെന്ന് കേടാവാതെ നമുക്ക് കായ്ഫലം കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ കാണിക്കുന്നതെന്ന് പറയുന്നത് N80യുടെ റെഡും യെല്ലോയും വരുന്ന റംബൂട്ടാൻ തൈകളാണ്. ഇത് നമുക്ക് 2 വർഷത്തിനുള്ളിൽ കായ്ഫലം കിട്ടുന്ന തൈകളാണ്. N80ൻ്റെ തന്നെ ചോദിച്ച് മേടിക്കുക. N80ൻ്റെ തന്നെ നമ്മൾ മാക്സിമം ചോദിച്ച് മേടിക്കുക. അതിന് തൈകളും നമുക്ക് നിറച്ച് കായ്ഫലം കിട്ടുന്നതാണ്. അത് നമ്മൾ ഈ നടുമ്പോൾ ശ്രദ്ധിക്കുക, അടിസ്ഥാന വളം എല്ലുപൊടി, വേപ്പം പിണ്ണാക്ക് അല്ലെങ്കിൽ ജൈവ കമ്പോസ്റ്റുകൾ ഇതൊക്കെ ഇട്ട് വേണം നമ്മൾ നടാൻ. പെട്ടെന്ന് മെയിൻ്റനൻസ് ഒന്നും നമുക്ക് വലുതായിട്ട് വരത്തില്ല. ജപ്പാൻ പേര പെട്ടെന്ന് കേടാവാത്തൊരു പേരയാണ്. ഇതും നമുക്ക് നമ്മുടെ വീട്ടിൽ വച്ച് പിടിപ്പിക്കാവുന്നതാണ്. നമ്മുടെ വീടുകളിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ ചെറിയ ചട്ടിയിൽ തന്നെ നമുക്ക് കായ്ഫലം കിട്ടുന്നതാണ്. വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ല. ഇതിനൊക്കെ നമ്മൾ വല്ലപ്പോഴും കുറച്ച് എല്ലുപൊടിയോ കുറച്ച് വേപ്പം പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫംഗസ് ഒന്നും വരാതെ കുറച്ച് വേപ്പെണ്ണ വല്ലപ്പോഴും ഇതിൻ്റെ ഇലകളിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് വേപ്പെണ്ണ നമ്മൾ വല്ലപ്പോഴും ഇതിൻ്റെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ തന്നെ കുഞ്ഞിലെ തന്നെ നമുക്കിത് കിട്ടും. ഇത് വെരിഗേറ്റഡ് ഇലയോട് കൂടിയ നാരകമാണ്. ഇത് നമുക്ക് ഒരു ചെറിയ ചട്ടിയിൽ 1 മീറ്റർ ഹൈറ്റ് ആകുമ്പോഴേക്കും നിറച്ച് കായ്ഫലം കിട്ടുന്ന ഒരു ചെടിയാണ്. അപ്പോൾ നമ്മൾ നിങ്ങൾക്കിപ്പോൾ പരിചയപ്പെടുത്തിയത് ഞാവൽ പരിചയപ്പെടുത്തി തന്നു, വെരിഗേറ്റഡ് നാരങ്ങ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എളുപ്പം വയ്ക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ ചെടികളും മാക്സിമം മേടിച്ച് വീട്ടിൽ വയ്ക്കുക.